ആരാ ഇത്? കൊളപ്പള്ളി തമ്പുരാനാ? നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഓ, ഈ കോലവും പൊളിക്കണ കാര്യല്ലേ? ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന ബാപ്പു സാഹിബ് വന്ന് കണ്ടു. മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല. പക്ഷെ കച്ചവടം വിട്ടിട്ടില്ല. മൂപ്പർ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാൻ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കോലത്ത് താമസായ പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാണേ. ഈ അമ്പലാചാരക്കുള്ള സ്ഥലമല്ലേ, നോൺ വെജിറ്റേറിയൻ കേറ്റാൻ പാടില്ലാത്ര. നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് അവിടുന്ന് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ. അയ്യേ, കള്ളല്ല, സ്കോച്ച് വിസ്കി. അത് വെജിറ്റേറിയൻ. ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കുന്ന സ്ഥലത്തല്ലേ? പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. നീ ആറാംബ്രാനായിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയുന്നുണ്ട്. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? സത്യം എനിക്കറിയണം. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണെന്ന്. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആര്? അവര് പറഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ചോദ്യം നമ്പർ 2, ഞാൻ കോവിലകം വാങ്ങിച്ചതിന്. ഉത്തരം ലളിതം. വെറുതെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക്, ഒരു കിറുക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര. ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോലത്തേക്ക്. വേദാന്തം എനിക്ക് ഇഷ്ടമാണ്. വണ്ടി എടുത്ത് വരണം. വണ്ടി റോഡിന്റെ നടുക്കൊണ്ടിട്ട് ഊച്ചാളത്തിന് കഴിഞ്ഞ ചവിട്ടി അരുതാമി കിടക്കും. ഹറാം സാലെ തെരമാക്കി. തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ച് സമയമാകുമ്പോൾ ഞാൻ കുളപ്പള്ളി വരാം. പോണം. ബാപ്പു വണ്ടി ചുമ്മാ